എനിക്ക് നമ്മുടെ ദിവ്യബലിയുടെ ആരാധനാക്രമം ഒത്തിരി ഇഷ്ടമാണ്. അതിന് കാരണം അതിൽ ഓരോ കാര്യങ്ങൾക്കും ഒത്തിരി മീനിങ് ഉണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കി തിയോളജി പഠിക്കുന്ന അവസരത്തിലാണ്. തിയോളജി പഠിക്കുന്നവരെ അതിൻ്റെ ഡീപ്പ് തിയോളജി അറിയില്ല, അതിൻ്റെ മീനിങ് അറിയില്ല. പക്ഷേ ഒരു പുരോഹിതൻ പ്രൊസഷനായിട്ട് ഒരു ദിവ്യബലിക്ക് വരുന്നത് മുതൽ അൾത്താരിൽ ചുംബിച്ച് ദിവ്യപൂജ സമാപിച്ചെന്നൊക്കെ പറഞ്ഞ് പോകുന്നവരെയുള്ള ഓരോ വാക്കിനും ഓരോ ജസ്റ്റേഴ്സിനൊക്കെ ഒത്തിരി മീനിങ് ഉണ്ട്. അത് വലിയ ഡെപ്താണ്. എന്തുകൊണ്ട് സഭയിൽ ഇതൊക്കെ വന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത്രത്തോളം ഓരോന്നിനും വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. അതിലേറ്റവും മനോഹരമായ ഒരു ജസ്റ്ററാണ് നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കണമെന്ന് പുരോഹിതൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും പരസ്പരം സമാധാനം ആശംസിക്കും. ആക്ച്വലി അത് ചെയ്യേണ്ടത് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാണ്. നമ്മുടെ കണ്ണുകൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടാവണം. നമ്മൾ പരസ്പരം മുഖം നോക്കണം, എന്നിട്ട് പറയണം സമാധാനം. ഇങ്ങനെ പരസ്പരം കൈകൂപ്പി പരസ്പരമുള്ള ഒരു അഭിവാദനം ചെയ്യേണ്ട ഒരു ടൈമാണത്. എന്തുകൊണ്ടാണെന്നറിയോ? അതിനുശേഷമാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്നത്. നമ്മൾ ഉറപ്പുവരുത്തിക്കൊള്ളണം, എൻ്റെ അടുത്തിരിക്കുന്നവനോട് എനിക്ക് അല്പം പോലും സങ്കടമില്ല, അവനോട് അല്പം പോലും എനിക്കൊരു പരാതിയില്ല. ഞാൻ നീയായിട്ട് ഓക്കെയാണ്, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് നീ അടുത്തുള്ളപ്പോൾ എനിക്ക് സമാധാനമുണ്ട്, എൻ്റെ ഉള്ളിലൊരു സമാധാനമുണ്ട്, അത് ഞാൻ നിനക്കും തരെയാണ്. ഇങ്ങനെ ഇടതും വലതും നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ അയൽക്കാരനോട് ഞാൻ സമാധാനം പറഞ്ഞിട്ടാണ് എൻ്റെ ദൈവത്തെ ഞാൻ ഉള്ളിൽ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഒരു ദിവ്യബലി വളരെ മനോഹരമായി നമ്മൾ ഇത്രയും കാലം പങ്കുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഓർക്കണം, അതിൻ്റെ ഡെപ്ത് തുടങ്ങുന്നത് എന്ത് ഗോസ്പലിലാണ്. യേശു ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനിവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവരെല്ലാവരും ഒന്നായിരിക്കണം, ഇവരെല്ലാവരും ഒരു മനസ്സോടെ, ഒരു ശരീരത്തോടെ, ഒരു ഹൃദയത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കണം. യൂണിറ്റിക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്. ഈ യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ഡിവിഷൻ ഇല്ല, നീയെന്നോ ഞാനെന്നോ ഇല്ല, നമ്മൾ. ഈ വാക്കുകൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ടതാണ് ഈ യൂണിറ്റിയുടെ ഒരു പ്രത്യേകത. ജാതിയുടെയും മതത്തിൻ്റെയും നാടിൻ്റെയും വർഗത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ലോകത്ത് വിവിധങ്ങളായ ഡിവിഷൻസ് നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതൊക്കെ ക്രിസ്തുവിൻ്റെ ബോധ്യങ്ങളോട് ചേർന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ലിയോ പാപ്പ നിലവിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിന് വേണ്ടി. അതാണ് സഭയുടെ നിലപാട്, അതാണ് നമ്മുടെ നിലപാട്, ക്രിസ്തുവിൻ്റെ നിലപാട്. പണ്ട് പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം പണിതപ്പോൾ സംഭവിച്ചൊരു വിപത്ത് നമ്മൾ ഓർക്കാറില്ലേ? അവരുടെ ഭാഷ ചിതറിക്കപ്പെട്ടു, അവർ പല ഭാഷകളിൽ സംസാരിച്ചു. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതിന് മുമ്പ് വരെ ഒരു ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പരസ്പരം എന്ത് പറയുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്ത് പറയുമ്പോഴും അവർ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ദൈവത്തെ തോൽപ്പിക്കാമെന്ന് ചിന്തിക്കുന്നിടത്ത് മനുഷ്യരുടെ ഭാഷ മാറിപ്പോയി. ഒരാൾ പറയുമ്പോൾ മറ്റേയാൾക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് ദൈവത്തെ സൗകര്യപൂർവ്വം നമ്മൾ മാറ്റി നിർത്തുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഡിവിഷൻ ഉണ്ടാകും. അത് കുടുംബത്തിലുണ്ടാകും, നമ്മളായിരിക്കുന്ന പള്ളിയിലുണ്ടാകും, സമൂഹത്തിലുണ്ടാകും, ഈ നാട്ടിലുണ്ടാകും. ദൈവത്തെ എവിടെയൊക്കെ ചേർത്ത് പിടിക്കുന്നു അവിടെ യൂണിറ്റി ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.